എയ്ഡ്സ് ദിനാചരണം നടക്കുമ്പോഴും സംസ്ഥാനത്തെ HIV ബാധിതർക്ക് നൽകുന്ന തുച്ഛമായ ധനസഹായം നിഷേധിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ധനസഹായം മുടങ്ങിയിട്ട് 9 മാസത്തോളമായെന്ന് വിവരാവകാശ രേഖ. സംസ്ഥാനത്ത് ഏകദേശം 10,000-ലധികം HIV രോഗബാധിതർ ഉണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇവർക്ക് പ്രതിമാസ ധനസഹായമായി 1000 രൂപ വീതമാണ് നൽകിക്കൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ 9 മാസമായി 1 രൂപ പോലും ധനസഹായമായി ഇവർക്ക് കൈപ്പറ്റാൻ സാധിച്ചിട്ടില്ല. സർക്കാർ അനുവദിക്കുന്ന മുറയ്ക്ക് മാത്രമേ ധനസഹായം നൽകാനാവൂ എന്നാണ് സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ അറിയിപ്പ്. ഏകദേശം 10 കോടി രൂപയ്ക്ക് അടുത്ത് മാത്രം മതി ഈ കുടിശ്ശിക കൊടുത്തു തീർക്കാനായിട്ട്. അപ്പോൾ 1 മാസത്തോളം ഇവർക്കുള്ള ധനസഹായം വിതരണം ചെയ്യാൻ 1 കോടി രൂപയുടെ തുക മാത്രം ആവശ്യമുള്ളപ്പോഴാണ് ഈ 9 മാസത്തെ 10 മാസത്തോളം കുടിശ്ശിക കാണിക്കുന്നത്. മറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷനൊക്കെ 1600 രൂപ സംസ്ഥാന സർക്കാർ മുടക്കില്ലാതെ കൊടുക്കുമ്പോഴും ഏറ്റവും താഴെ തട്ടിലും എല്ലാവരും അവഗണിക്കപ്പെട്ട് കിടക്കുന്ന വിഭാഗത്തിന് കൊടുക്കേണ്ടത് വെറും 1000 രൂപയാണ്. അത് അടിയന്തരമായിട്ട് വർദ്ധിച്ച് മിനിമം ഒരു 1500 ആക്കി നിലവിലെ കുടിശ്ശികയായിട്ടുള്ള തുകയും കൊടുത്തു തീർക്കുകയാണെങ്കിൽ ഈ HIV പോസിറ്റീവ് ആയിട്ടുള്ളവർക്ക് അത് വലിയൊരു അനുഗ്രഹമായിരിക്കും. സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന വിഭാഗമാണ് HIV ബാധിതർ. ഇവർക്കായുള്ള തുച്ഛമായ ധനസഹായം പോലും സർക്കാർ നൽകാത്തത് പ്രതിഷേധമുയർത്തുന്നുണ്ട്. വീണ്ടും ഒരു എയ്ഡ്സ് ദിനം കൂടി ആചരിക്കുമ്പോൾ ഇവരെ ചേർത്ത് നിർത്തേണ്ട സർക്കാർ തന്നെ കടുത്ത അവഗണനയാണ് ഇവരോട് കാട്ടുന്നത്. ജനം, കൊച്ചി.